റെയ്ഡ് സിനിമകളുടെ സംവിധായകനായ ഗരത്ത് വാൻസിന്റെ ഏറ്റവും പുതിയ പടം ഹാവോക്ക് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ആളുടെ ഫിലിമോഗ്രഫിയിൽ ഒരുപക്ഷെ ഏറ്റവും വീക്കസ്റ്റ് മൂവി ഇതായിരിക്കും ഇൻ കേസ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. കാരണം ആക്ഷൻ സീക്വൻസുകളാണ് മൂപ്പരുടെ സിനിമയിൽ മെയിനായിട്ട് നമ്മൾ കാണുക. പക്ഷെ അതിൻ്റെ കൂടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് നമുക്ക് ചിലപ്പോൾ കിട്ടാറുണ്ട്. കാരണം ഒരു ക്യാരക്ടർ ഒരു കോൺഫ്ലിക്റ്റിലെത്തിയാൽ ആളുടെ ആവശ്യം നമ്മുടെ ആവശ്യം കൂടി ആയാലാണ് ആ ഒരു അഡ്രിനാലിൻ റഷ് നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഇല്ലാത്ത മിസ് ഔട്ട് ആയിട്ടുള്ള പടമാണ് ഹാവോക്ക്. എങ്കിലും ഇതിൽ ആക്ഷൻ സീക്വൻസുകൾ അടിപൊളിയാണ്. മെയിനായിട്ട് ഒരു 2 ആക്ഷൻ സീക്വൻസ് ആണ് ഒരു വലിയ ക്യാൻവാസിൽ ഇവർ എടുത്തിട്ടുള്ളത്. ഒരു പടം റൺ ടൈം വളരെ കുറവാണ്, ഒരു 1.5 മണിക്കൂറൊക്കെ ഉള്ളൂ. സോ അതിൽ ആദ്യത്തെ ഒരു മണിക്കൂറും ഒന്നുമില്ല എന്ന് പറയാം. അവസാനത്തെ ഒരു അരമണിക്കൂറൊക്കെയാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ സിനിമയിലുള്ളത്. ആ ചെയ്തു വെച്ച പോർഷൻസ് അടിപൊളിയാണ്. അതിൽ നമുക്ക് ആ മൂപ്പറുള്ള ഒരു ടച്ച് ക്ലിയർ ആയിട്ട് കാണാം. ബ്ലഡ് ബാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കണ്ടെയ്നർ ചോര ഒഴുകിയിട്ടുണ്ടാവും. അത്രയും കുറേ സാധനങ്ങൾ, ഒരു ബാറിനകത്തുള്ളൊരു ഫൈറ്റും ദെൻ ഒരു ഫാം ഹൗസ് പോലത്തെ ഒരു വീട്ടിനകത്തുള്ളൊരു ഫൈറ്റ് സീക്വൻസും ഉണ്ട്. ഇത് രണ്ടുമാണ് സിനിമയിൽ എനിക്ക് ആകെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു കുറച്ച് സീക്വൻസ് എന്ന് പറയും. പക്ഷേ അവിടെയും പ്രശ്നം ഈ ഒരു മെയിൻ ക്യാരക്ടർ, ഇപ്പോൾ ടോം ഹാർഡിയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്. ആൾ ഇത്തരത്തിലുള്ളൊരു കോൺഫ്ലിക്റ്റിലേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കൊന്നും ആവല്ലേ എന്ന് നമുക്ക് തോന്നണ്ടേ. അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ പ്ലെയിൻ ആൻഡ് സിമ്പിളായിട്ട് വെറുതെ ഇങ്ങനെ കണ്ടിരിക്കും, അത്ര തന്നെ. സോ ക്യാരക്ടേഴ്സിനൊന്നും ഒരു പ്രോപ്പർ നമ്മളോടൊരു കണക്ഷൻ വരാത്ത, ഒരു അറ്റാച്ച്മെൻറ്റ് വരാത്ത രീതിയിൽ ക്യാരക്ടേഴ്സിനെ സ്കെച്ച് ചെയ്തത് മാത്രമാണ് സിനിമയുടെ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. ബാക്കിയൊക്കെ അതിൻ്റെ സ്ട്രക്ചറിങ് ഒക്കെ വളരെ സിമ്പിൾ ആൻഡ് ജനറിക് ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ്. ഒരു ഗ്യാങ് വാർ നടക്കുമ്പോൾ അതിലുള്ള ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസ് ഓഫീസർ ആയിട്ടുള്ളൊരു ക്യാരക്ടർ, നമ്മൾ ടോം ഹാർഡിയുടെ ക്യാരക്ടർ കുറച്ച് ആൾട്ടേഡ് പാസ്റ്റുള്ളൊരു ക്യാരക്ടറാണ്. ആൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ എടുത്ത് കാണിക്കുക. സോ കാണാൻ വന്നത് എന്താണ്, ആക്ഷനാണ്. അത് ഈ സാധനത്തിലുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ആളുടെ മുൻ സിനിമകൾ, ഇപ്പോൾ റെയ്ഡിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ മെറാൻഡോ, അതിലിപ്പോൾ ടോണിജയുടെ ക്യാരക്ടറും അല്ലെങ്കിൽ നമ്മുടെ ഇക്കോവിസിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ അവരൊക്കെ ആ ഒരു കോൺഫ്ലിക്റ്റിൽ ഈവൻ റെയ്ഡിൽ തന്നെ അതിനകത്ത് എത്തിപ്പെട്ടു പോയിട്ട് ആൾ പുറത്തേക്ക് എത്തണം എന്നുള്ളത് നമ്മുടെയും കൂടി ആവശ്യമായിരിക്കും. സോ അങ്ങനെയാണ് ആ സിനിമയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉള്ളതെന്ന് പറയും. ഒരു അഡ്രിനാലിൻ റഷ് നമുക്ക് കിട്ടുന്നത് അതിലാണ്. 2 പിന്നെ പറയേണ്ട ആവശ്യമില്ല, റെയ്ഡ് 2 സോ അത് വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ, ഇദ്ദേഹത്തിൻ്റെ മറ്റ് മൂവീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു സാധനം മാത്രമേ ഈ സിനിമയിൽ ചെയ്യായിരുന്നു. അതിനുള്ള സ്പേസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. കാരണം അതേ ടെംപ്ലേറ്റിൽ തന്നെയാണിത്, പക്ഷേ അത് പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യാത്ത, എന്നാൽ ആക്ഷൻ സീക്വൻസുകൾ, ആക്ഷൻ സെറ്റ് പീസസ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുള്ള. അതിൽ ആദ്യത്തെ ഒരു ചെയ്സ് സീനുണ്ട്. അത് പക്ഷേ എനിക്ക് ഭയങ്കര ഒരു കൂറ ഗ്രാഫിക്സ് ആയിട്ട് തോന്നി. ഒരു കാർ ചേസ് സീനാണ്, ഒരു ട്രക്ക് ഹൈസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതൊരുമാതിരി ഒരു ഗെയിം പ്ലേയുടെ സിനിമാറ്റിക് ട്രെയിലർക്ക് നമ്മൾ കാണില്ല, അതുപോലെ ശരിക്കും ഒരു ഗെയിം കളിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. സോ അത് വൻ കോർ ഗ്രാഫിക്സ്. പക്ഷേ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റും മറ്റേ 1-on-1 സാധനങ്ങളൊക്കെ വരുമ്പോൾ അടിപൊളിയാണ്. ഇതിൽ ആക്ഷൻ സീക്വൻസുകൾ കുറവാണ്. ഇപ്പോൾ ഇക്കോവേഴ്സൊക്കെ ആക്ഷനാണ് കൂടുതലെങ്കിൽ ടോം ഹാർഡിനെ വെച്ച് ഷൂട്ടിംഗ് സീക്വൻസുകളാണ് കൂടുതൽ ഈ സിനിമ ചെയ്തിട്ടുള്ളത്. അത് അടിപൊളിയായി തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ജോൺ വിക്ക് സ്റ്റൈലിലേക്ക് എടുത്ത് കുറച്ച് ആ ഒരു ഷേക്കി ക്യാമറാസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ സാധനം പോവുക. സോ ഒരു പ്ലെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ക്യാമറ വെച്ചിട്ടുള്ള സെറ്റപ്പ് ഒന്നുമല്ല. ഇത് ആൾ തെറിക്കുമ്പോൾ അതിൻ്റെ കൂടെ ക്യാമറ തെറിക്കുന്നുള്ള സെറ്റപ്പാണ്. സോ ആ രീതിക്ക് ആ മോഡിലുള്ള ഇദ്ദേഹത്തിന് മറ്റു സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു മോഡാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഓവർ എക്സ്പെക്ടേഷൻ വെക്കരുത്. ഇതിൽ ഈ സ്റ്റോറി ലൈൻ വളരെ കുറവാണ്. ആ ഒരു 2 പോർഷൻ അത് മാത്രമെങ്കിലും കണ്ടാൽ മതി. ഇപ്പോൾ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ശരിക്കും ഭ്രാന്തായിട്ടുണ്ടാവും. ഇതിലൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിൽ കണ്ടതുകൊണ്ട് വീട്ടിലിരുന്ന് നമുക്ക് കാണാം, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കാണാം. അതുകൊണ്ട് ആ ഒരു പോർഷൻസ് മാത്രം ഒരു കുഴപ്പമില്ലാതെ നമ്മളിങ്ങനെ കണ്ടിരിക്കുന്ന ഒരു ആവറേജ് പടം, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതായിരുന്നില്ല. ഇപ്പോൾ ടോം ഹാർഡിയും ഗരത്ത് വാൻസും കൂടി ക്ലബ്ബ് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, അതിന് പറ്റി ഈ പടം പറ്റിയിട്ടില്ലെങ്കിലും ജസ്റ്റ് ഫോർ ദാറ്റ് 2 ആക്ഷൻ സീക്വൻസസ് ഈ സിനിമ ഒരു വട്ടം കാണാവുന്നതാണ്. ഒരു ആവറേജ് പടം. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.